ഉത്സവത്തിനെത്തിച്ച ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു. തൃശൂർ എളവള്ളി ബ്രഹ്മകുളം ശ്രീ പൈങ്കണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കച്ചവടത്തിനെത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നീലക്കോഴി ശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. കോട്ടാറ്റ് പാടശേഖരത്ത് കൃഷിയിറക്കിയ കർഷകർക്കാണ് നീലക്കോഴികൾ ശല്യം രൂക്ഷമായിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഉണക്ക മത്സ്യ സംഭരണ കേന്ദ്രത്തിൽ മോഷണം. മത്സ്യം സൂക്ഷിക്കുന്ന ഫൈബർ ബോക്സുകൾ കവർന്നു. അഴീക്കോട് മുനയ്ക്കൽ വഞ്ചിക്കടവ് VMA ഡ്രൈ ഫിഷ് കമ്പനിയിലാണ് മോഷണം നടന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഉത്സവത്തിനെത്തിച്ച ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു. തൃശൂർ എളവള്ളി ബ്രഹ്മകുളം ശ്രീ പൈങ്കണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കച്ചവടത്തിനെത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇയാളെ ആക്രമിച്ചത്. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുളിപ്പിക്കുന്നതിനിടയിൽ പാപ്പാനെ കുത്തി ഓടിയ ആന 1.5 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരാളെയും ആക്രമിക്കുകയായിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ച് ലോറിയിൽ കയറ്റി. കുളിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് പാപ്പാനെ കുത്തിയ ശേഷം ഓടിയ ആന വഴിമധ്യേ ആനന്ദിനെയും ആക്രമിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് പിന്നെയും 4 കിലോമീറ്റർ ഓടി കണ്ടാണശ്ശേരി ഭാഗത്തെത്തിയപ്പോഴാണ് ആനയെ തളയ്ക്കാനായത്. നീലക്കോഴികളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. കോട്ടാറ്റ് പാടശേഖരത്ത് കൃഷിയിറക്കിയ കർഷകർക്കാണ് നീലക്കോഴിക്കൂട്ടം ദുരിതം വിതയ്ക്കുന്നത്. പാടശേഖരത്തെ ഭൂരിഭാഗം നെൽച്ചെടികളും നീലക്കോഴികൾ നശിപ്പിച്ചു. കൂട്ടമായി എത്തുന്ന നീലക്കോഴികൾ നെൽച്ചെടികൾ കൂട്ടത്തോടെ പിഴുതെടുത്ത് നശിപ്പിക്കുകയാണ്. പകൽ സമയങ്ങളിൽ തൊഴിലാളികളെ നിർത്തി ഇവയെ വിരട്ടിയോടിക്കുകയാണ് കർഷകർ. എന്നാൽ സന്ധ്യയാകുന്നതോടെ ഇവ വീണ്ടും കൃഷിയിടത്തെത്തും. 150-ൽ പരം ഏക്കർ പാടശേഖരത്തിൽ 60-ലധികം കർഷകരാണ് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. കടമെടുത്തും പലിശക്കെടുത്തും കൃഷിയിറക്കിയ കർഷകർ കടക്കെണിയുടെ വക്കിലായി. ചാലക്കുടിയിലെ പ്രധാന പാടശേഖരമാണ് കോട്ടാറ്റ്. കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാലങ്ങളായി നല്ല രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങളായി ഇവിടെ നീലക്കോഴികളുടെ ശല്യം രൂക്ഷമായതാണ് കർഷകർക്ക് വിനയായത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പാടശേഖരത്തിൽ നിന്നും ഓട്ടുകമ്പനികൾക്കായി കളിമണ്ണെടുത്ത വലിയ കുഴികളാണ് നീലക്കോഴികളുടെ താവളം. ഇത്തരം കുഴികൾ നികത്തണമെന്ന കർഷകരുടെ ആവശ്യം നഗരസഭ അധികൃതരും ചെവിക്കൊള്ളുന്നില്ല. ഞാറ് നടുന്നത് മുതൽ ഇവയുടെ ശല്യം തുടങ്ങും. കതിരിടുന്നതോടെ ശല്യം രൂക്ഷമാകും. നെൽച്ചെടികളിലെ നീര് കുടിച്ച് ചെടികൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നതാണ് ഇവയുടെ രീതി. നീലക്കോഴികളുടെ ശല്യത്തെ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുമുണ്ട്. നീലക്കോഴികൾക്ക് പുറമെ നെൽപ്പാടങ്ങളിൽ വളരുന്ന കളകളും കർഷകരുടെ ആത്മവീര്യം തകർക്കുന്നു. നെൽച്ചെടി പോലെ തന്നെയുള്ള കൗണ്ട ഇനത്തിൽപ്പെട്ട കളകൾ നെൽച്ചെടികൾക്കിടുന്ന വളം മുഴുവൻ വലിച്ചെടുക്കും. അയൽ സംസ്ഥാനത്ത് നിന്നും കൊണ്ടുവരുന്ന വിത്തിൽ നിന്നാണ് പാടശേഖരത്ത് ഇത്തരത്തിലുള്ള കളകൾ വന്നതെന്ന് കർഷകർ പറയുന്നു. കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് കൊയ്തെടുക്കുമ്പോൾ ചീരവിത്ത് പോലെയുള്ള കളകളുടെ വിത്ത് പാടത്ത് വീഴുകയും അടുത്ത വർഷം ഞാറ് നടുന്നതോടെ ഇവ മുളയ്ക്കുകയും ചെയ്യും. കളകൾ നശിപ്പിക്കാനായി മരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അമിതവില കർഷകർക്ക് താങ്ങാനാവുന്നില്ല. ലിറ്ററിന് 3000-ലധികമാണ് വില. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇവിടെ കർഷകർ കൃഷി ഇറക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നീലക്കോഴികളുടെ ശല്യം വന്നിരിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഉണക്ക മത്സ്യ സംഭരണ കേന്ദ്രത്തിൽ മോഷണം. മത്സ്യം സൂക്ഷിക്കുന്ന ഫൈബർ ബോക്സുകൾ കവർന്നു. അഴീക്കോട് മുനയ്ക്കൽ വഞ്ചിക്കടവ് PMI ഡ്രൈ ഫിഷ് കമ്പനിയിലാണ് മോഷണം നടന്നത്. മത്സ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന 25 കണ്ടെയ്നർ ബോക്സുകൾ 20 പ്ലാസ്റ്റിക് ബോക്സുകളുമാണ് മോഷ്ടിക്കപ്പെട്ടത്. 25,000-ഓളം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമകൾ പറഞ്ഞു. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളായ പടമാട്ടുമ്മൽ തോമസ് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. മാള പട്ടാളപ്പടിയിൽ കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു. കാർ ഭാഗികമായി തകർന്നു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മാളപ്പള്ളിപ്പുറത്ത് വാഹനാപകടം. ആർക്കും പരിക്കില്ല. മാള കൊടുങ്ങല്ലൂർ റോഡിൽ മാളപ്പള്ളിപ്പുറത്ത് തിങ്കളാഴ്ച രാത്രിയാണ് അപകടം നടന്നത്. പൊയ്യയിൽ നിന്നും മാള ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന കൊയ്ത്തു മെഷീനിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാറിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. മാള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു.
വൈദ്യുതി ഉൽപാദന രംഗത്ത് കേരളം വളരെയേറെ നേട്ടം കൈവരിച്ചതായി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 1306.24 മെഗാവാട്ട് വൈദ്യുതി അധികം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് ജലവൈദ്യുതി പദ്ധതികൾ പലതും ആരംഭിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെ നമുക്ക് ധാരാളം സാധ്യതയുണ്ട്. 3000 TMC വെള്ളമുണ്ട്. നമ്മൾ കൃഷിക്കും ഇലക്ട്രിസിറ്റി ബോർഡിനും കുടിക്കാനും എല്ലാം കൂടി 300 TMC ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി വെള്ളം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇടുക്കിയിൽ എത്രയാ അറിയോ? ഇടുക്കിയിലെ ജലവൈദ്യുതി ഒരു 35 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വരും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്, വൈകിട്ട് വാങ്ങുന്നത് 10 രൂപ തൊട്ട് 15 രൂപ വരെയാണ് മേടിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട. ആ ഹൈഡ്രോ പ്രോജക്റ്റ് വരാൻ ആരാ സമ്മതിക്കാത്തത്? നമ്മൾ തന്നെ. എൻ്റെ ഇവിടെ ഒരു കുരിയാർകുറ്റി കാരപ്പാറ പ്രോജക്റ്റ് തൃശ്ശൂർക്കാർക്കും ഗുണം കിട്ടതാണ്. ആ പദ്ധതി എല്ലാം തുടങ്ങി ജനറേറ്റർ വരെ കൊണ്ടുവച്ച ശേഷം പരിസ്ഥിതിയിൽ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു പറഞ്ഞ് നിർത്തി. അങ്ങനെ എത്ര പദ്ധതികളാണ് നിർത്തി വെച്ചിരിക്കുന്നറിയോ? ഇത് വാങ്ങി വെക്കുക എന്നുള്ളതാണ് മലയാളികളുടെ ഒരു സ്വഭാവം. നമ്മൾ ഉണ്ടാക്കില്ലല്ലോ, അപ്പോൾ വാങ്ങി വെക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ ഹൈഡ്രോ പ്രോജക്റ്റ് നമുക്ക് വന്നാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ അതിൻ്റെ ഫലമായി വ്യവസായങ്ങളൊക്കെ വരാൻ സാധിക്കും. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഇങ്ങനെ ഒരു മുടക്കം വരുമ്പോൾ അതിനെതിരായി പ്രതികരിക്കുന്ന ഒരു രീതിയെ കാണുന്നില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ പറയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ 1,30,00,000 രൂപ ചെലവിൽ താലൂക്ക് ആശുപത്രിയിലും നഗരസഭയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലും വെറ്ററിനറി ആശുപത്രി, മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ എന്നിവയിലും നടപ്പിലാക്കുന്ന സോളാർ പാനൽ പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ഷീല പണിക്കശ്ശേരി, കക്ഷി നേതാക്കളായ KR ജൈത്രൻ, TS സജീവൻ, VM ജോണി, നഗരസഭ സെക്രട്ടറി NK വൃജ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മുസ്താഖ് അലി, വേണു വെണ്ണറ, KS കമറുദ്ദീൻ, റഹീം പള്ളത്ത്, അഡ്വക്കേറ്റ് അരുൺ മേനോൻ, ഷെഫീഖ് മണപ്പുറം, TN നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാളപ്പള്ളിപ്പുറം സെന്റ് ആനിൽസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാളിനെ കൊടിയേറി. കൊല്ലം രൂപത ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് ആഘോഷത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് കൊടി ഉയർത്തുന്ന നമുക്ക് ഈ തിരുനാളിന്റെ സുഗമമായ പൂർത്തീകരണത്തിന് വേണ്ടിയും ഈ തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റിക്കും കുടുംബത്തിനു വേണ്ടിയും ഈ തിരുനാളിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഫെബ്രുവരി 9 ഞായറാഴ്ചയാണ് തിരുനാൾ. ആഘോഷമായ തിരുനാൾ ദിനത്തിൽ ഊട്ടുനേർച്ച, ആശീർവാദം, ദിവ്യബലി എന്നിവയ്ക്ക് കോഴിക്കോട് രൂപത മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പൂമൂടൽ പ്രദർശനം, രൂപം എടുത്തുവെക്കൽ ചടങ്ങുകൾ എന്നിവ നടക്കും. ക്ഷീരവകുപ്പ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്നമനട ക്ഷീരോത്പാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ മാള ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മികച്ച ക്ഷീര കർഷകരെയും കർഷകരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായവും വിതരണം നടന്നു. ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകനായി ലാൽ അധികാരത്തിനെ തെരഞ്ഞെടുത്തു. ക്ഷീരസംഘം പ്രസിഡന്റ് EK രാമചന്ദ്രൻ, മിൽമ ചെയർമാൻ CN വത്സലൻ പിള്ള, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, മാള ക്ഷീരവികസന ഓഫീസർ സിജി വർഗീസ് എന്നിവർ സംസാരിച്ചു. ഘോഷയാത്ര, ക്ഷീരവികസന സെമിനാർ, ഡയറി എക്സിബിഷൻ എന്നിവ നടന്നു. അർബുദ ദിനാചരണത്തോടനുബന്ധിച്ച് എറണാകുളം ജനറൽ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റും കാരുണ്യവർഷം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്രൂയിസ് യാത്ര സംഘടിപ്പിച്ചു. കഴിഞ്ഞ വർഷവും ഇതേ ദിനത്തിൽ യാത്ര നടത്തിയിരുന്നു. ആടിയും പാടിയും മിമിക്രിയും നൃത്തവും ആസ്വദിച്ചും
കൊച്ചിയുടെ ചരിത്രം കേട്ടും യാത്രികർ യാത്ര ആഘോഷമാക്കി. അത് അവിസ്മരണീയമായ ഒരു അനുഭവവുമായി. ഡോക്ടർമാരും നഴ്സുമാരും പാലിയേറ്റീവ് വോളണ്ടിയർ ഉൾപ്പെടെ 100ഓളം പേർ യാത്രയിൽ പങ്കെടുത്തു. പുതിയ അനുഭവങ്ങൾ എല്ലാവർക്കും അനുഭൂതിയായി. അടുത്ത വർഷം വീണ്ടും കാണാമെന്ന ആത്മവിശ്വാസത്തോടെയാണ് യാത്രികർ പിരിഞ്ഞത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് മാള യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു. അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മാള യൂണിറ്റ് പ്രസിഡന്റ് KB അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ പുതിയ മെമ്പർഷിപ്പ് ഓൺലൈൻ സംവിധാനം തൃശൂർ ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ സദസ്സിന് പരിചയപ്പെടുത്തി. KC ജോർജൻ, യൂണിറ്റ് സെക്രട്ടറി PN സജീവ്, KT ബൈജു എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. പഞ്ചായത്തിലെ പ്ലാൻ ഫണ്ട് 5,67,000 രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്കും മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് SC-ക്കാർക്ക് നമ്മൾ ഇന്ന് ലാപ്ടോപ്പുകൾ, മേശ കസേര, അതേപോലെ തന്നെ വാട്ടർ ടാങ്ക്. ഇന്ന് നമ്മൾ വാട്ടർ ടാങ്കാണ് കൊടുക്കുന്നത്. ഒട്ടനവധി പ്രയാസങ്ങളിലൂടെയാണ് ഇനി വരാൻ പോകുന്നത്. വെള്ളത്തിൻ്റെ കുടിവെള്ള ക്ഷാമത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഏറ്റവും മികച്ച ടാങ്കാണ് നമ്മൾ വാങ്ങിച്ചത്. 4,500 രൂപ വിലയുള്ള ടാങ്കിന് 925 രൂപയാണ് ഗുണഭോക്താക്കളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്. ഇത് കുറേ നാളുകളായി നമ്മൾ ആളുകളെ അറിയിച്ചിട്ടും പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ 120 ടാങ്ക് കൂടെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 50 ഗുണഭോക്താക്കൾ വന്നത്. 200 നമ്മൾ കൊടുത്തേക്കുന്നത്, ഓർഡർ കൊടുത്തേക്കുന്നത്. അപ്പോൾ പലരോടും പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് നമുക്ക് ഇത്ര പേർക്കെങ്കിലും ഇന്ന് കൊടുക്കാനായിട്ട് സാധിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജയ ബിജു, സിനി ബെന്നി വെമ്പിൽ, നബിസത്ത് ജലീൽ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല R എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് മാള ടൗണിൽ CPI മാള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ കേരള സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ബഡ്ജറ്റിനകത്ത് ഒരു നയാ പൈസ പോലും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കേരളത്തിലെ നിന്ന് 2 സഹമന്ത്രിമാരുണ്ട് BJP ഗവൺമെൻറ്റിനകത്ത്. അതിൽ സുരേഷ് ഗോപിയോട് പത്രക്കാർ ചോദിച്ച് ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പത്രക്കാരോട് തന്നെ പറഞ്ഞത് ഞാനത് പരിശോധിച്ചിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറയുന്നത് പട്ടികജാതി മേഖലകളിലെല്ലാം തന്നെ ആദിവാസി മേഖലകളിൽ വികസനമുണ്ടാകണമെങ്കിൽ ഒരു ഉന്നത കുലജാതൻ ഈ ആദിവാസി വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അത്തരമൊരു വർത്താനം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത കേന്ദ്രമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഭരണഘടനയോട് തന്നെ നീതി പുലർത്താൻ കഴിയാത്ത സുരേഷ് ഗോപിയെ പോലുള്ള കേന്ദ്രമന്ത്രിമാരാണ് നാട് ഭരിക്കുന്നതെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കണം. ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. VM വത്സൻ, VM ചന്ദ്രബോസ്, MK ബാബു, രതീഷ് ശാന്തി, പ്രസന്നൻ മാസ്റ്റർ, VS ഗോപാലകൃഷ്ണൻ, ഉഷ ബാലൻ, സാബു പോൾ, ബാലൻ MK, ബൈജു മണ്ണാന്തറ, പരമു KK, അഭിലാഷ് PK, ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. മൂത്തുകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഫെബ്രുവരി 5 രാത്രി കൊടിയേറുമെന്ന് MDP സഭ പ്രസിഡന്റ് KV ആനന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 10 ദിവസമാണ് ഉത്സവാഘോഷങ്ങൾ. 1903 ഒരു ദിവസം തന്നെ ഗുരുദേവൻ 3 ദിവസത്തെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് മൂത്തുകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രം. കൊടിയേറ്റ ദിവസം മുതൽ വിവിധ ക്ഷേത്രകലകൾ, കാവടിയാട്ടം എന്നിവ നടക്കുമെന്ന് സഭാ സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം അറിയിച്ചു. വേനൽ ചൂട് ആരംഭിച്ചു കഴിഞ്ഞു. വരും നാളുകളിൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ എല്ലാ വിദ്യാലയങ്ങളും കുട്ടികൾക്ക് ആവശ്യമായ കുടിവെള്ളം ഉറപ്പുവരുത്തണമെന്ന് ET ടൈസൺ മാസ്റ്റർ MLA. കുട്ടികൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വാട്ടർ ബെൽ മുഴക്കണമെന്നും ET ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. MLA പ്രാദേശിക ഫണ്ടിൽ നിന്ന് 1,47,240 രൂപ വകയിരുത്തി ഏറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയർ സമർപ്പണത്തിൽ സംസാരിക്കുകയായിരുന്നു MLA.
ഏറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. ഏറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, പ്രധാനാധ്യാപിക ലാലി ആന്റണി, PTA പ്രസിഡന്റ് MA റഹീം, SMC ചെയർമാൻ റെയിംസ്, സ്മിത എന്നിവർ സംസാരിച്ചു. മാള കോട്ടമുറി പുനയ്ക്കപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ രേവതി മഹോത്സവം ആഘോഷിച്ചു. കാഴ്ച ശീവേലി, ദീപാരാധന, തായമ്പക, കളമെഴുത്തുപാട്ട് എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്സവത്തിനെത്തിച്ച ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു. തൃശൂർ എളവള്ളി ബ്രഹ്മക്കുളം ശ്രീ പൈങ്കണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കച്ചവടത്തിനെത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നീലക്കോഴി ശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. കോട്ടാറ്റ് പാടശേഖരത്ത് കൃഷിയിറക്കിയ കർഷകർക്കാണ് നീലക്കോഴികൾ ശല്യം രൂക്ഷമായിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഉണക്ക മത്സ്യ സംഭരണ കേന്ദ്രത്തിൽ മോഷണം. മത്സ്യം സൂക്ഷിക്കുന്ന ഫൈബർ ബോക്സുകൾ കവർന്നു. അഴീക്കോട് മുനയ്ക്കൽ വഞ്ചിക്കടവ് VMA ഡ്രൈ ഫിഷ് കമ്പനിയിലാണ് മോഷണം നടന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.